എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പ്രൈവറ്റ് നഴ്സിംഗ് കോളേജ് മാനേജ്മെൻറ്റ് അസോസിയേഷൻ ഓഫ് കേരളയുടെ അതായത് PNCMACൻ്റെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, എനിക്ക് LBSൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്, എന്നാൽ എനിക്ക് PNCMACൽ കിട്ടിയ കോളേജിൽ പോകാനാണ് താല്പര്യമുള്ളത്. അപ്പോൾ LBSൽ അടച്ച പൈസ തിരിച്ച് കിട്ടുമോ? അപ്പോൾ എവിടെയാണ് അഡ്മിഷൻ എടുക്കേണ്ടത് എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിച്ചൊരു സംശയമായിരുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് PNCMACലും അതുപോലെ തന്നെ LBSലും കിട്ടിയിട്ടുണ്ടെങ്കിൽ, അതുപോലെ LBSൽ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കെന്നാൽ PNCMACൽ കിട്ടിയ കോളേജിലാണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളതെങ്കിൽ നിങ്ങൾക്ക് PNCMACൽ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ ഈ ഒരു സെപ്റ്റംബർ 2-ാം തീയതിക്കുള്ളിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അതുപോലെ നിങ്ങൾ LBSൽ അടച്ച ആ ഒരു ഫീ പേയ്മെൻറ്റ് നിങ്ങൾക്ക് ഈ ഒരു LBSൻ്റെ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യപ്പെടുന്ന സമയത്തായിരിക്കും നിങ്ങൾക്ക് റീഫണ്ടിനായിട്ട് റിക്വസ്റ്റ് ചെയ്ത് ആ ഒരു പൈസ റീഫണ്ടായിട്ട് ലഭിക്കുന്നത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് PNCMACലെ സീറ്റാണ് ആവശ്യമുള്ളത്, അതായത് ആ ഒരു കോളേജ് തന്നെ ആണ് താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു PNCMACൽ കിട്ടിയ കോളേജിൽ പോയിട്ട് അഡ്മിഷൻ നേടാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു PNCMACൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടോ, അതുപോലെ മാറ്റം ലഭിച്ചിട്ടുണ്ടോ, അത് മറ്റൊരു കോളേജിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനായിട്ട് ക്ലിക്ക് ഹിയർ ടു സി BSc നഴ്സിംഗ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് എന്നുള്ള അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു അലോട്ട്മെൻറ്റ് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ ഓരോ കോളേജിലും അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികളുടെ ലിസ്റ്റ് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേര് ഏതിലാണുള്ളതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. നിങ്ങൾ ഏത് കോളേജുകളിലൊക്കെയാണ് ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് അതനുസരിച്ച് നിങ്ങളുടെ പേര് അതിലുണ്ടോ എന്നുള്ളത് പരിശോധിച്ച് ഉറപ്പുവരുത്തുക. അപ്പോൾ പേരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയെന്ന് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത്, ഇവിടെ ലോഗിൻ അലോട്ടഡ് യൂസർ എന്നുള്ള ലിങ്ക് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. BSc നഴ്സിംഗ് എന്നുള്ള ലിങ്ക് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അടുത്ത പേജിൽ നിങ്ങൾക്ക് ഇമെയിൽ IDയും അതുപോലെ തന്നെ പാസ്വേഡ് നൽകി ലോഗിൻ ചെയ്യാനുള്ള ഭാഗം വരും. അപ്പോൾ അവിടെ നിങ്ങളുടെ ഇമെയിൽ IDയും പാസ്വേഡ് നൽകി ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചതെങ്കിൽ ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യുക. അപ്പോൾ ഫീ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് 10,000 രൂപയാണ് ഫീ പേയ്മെൻറ്റ് വരിക. അപ്പോൾ ആ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം, അതായത് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സെപ്റ്റംബർ 2-ാം തീയതി വരെയാണ് അവസരം ഉള്ളത്. സെപ്റ്റംബർ 2-ാം തീയതി വൈകുന്നേരം 5 മണി വരെയാണ് നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കുക. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് അതിനുശേഷം നിങ്ങൾക്ക് കോളേജിൽ അഡ്മിഷൻ നേടാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് അതായത് സെപ്റ്റംബർ 2-ാം തീയതി വൈകുന്നേരം 5 മണി വരെയാണ്. അപ്പോൾ ഈ ഒരു ജോയിൻ ചെയ്യാനുള്ള ആ ഒരു ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നതും ഇതേ രീതിയിൽ സെപ്റ്റംബർ 2-ാം തീയതി വൈകുന്നേരം 5 മണി വരെയാണ്. അപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ലഭിച്ച ഓപ്ഷൻ താല്പര്യപ്പെടുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് നേരത്തെ, അതായത് ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെൻറ്റിലേക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഫസ്റ്റ് ഓപ്ഷൻ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾക്ക് ഇനി, അതായത് നിങ്ങൾക്ക് ഇപ്പോഴുള്ള ഓപ്ഷൻ്റെ മുകളിൽ ഹയർ ഓപ്ഷൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് അടുത്ത അലോട്ട്മെൻറ്റിലും ആ ഒരു ഓപ്ഷൻ തന്നെയായിരിക്കും അലോട്ട്മെൻറ്റായിട്ട് ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ച സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ മറ്റ് ഓപ്ഷനുകളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ആവശ്യമെങ്കിൽ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്തുകൊണ്ട് പിന്നീട് അടുത്ത അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യാം. തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെൻറ്റിൽ മറ്റൊരു ഓപ്ഷനിലേക്കാണ് അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ ഇപ്പോൾ ലഭിച്ച സീറ്റ് പോവുകയും പുതിയ കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതായിട്ടും വരുന്നതാണ്. തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും, അതായത് ഇതുവരെ ഈ ഒരു ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്ത് അഡ്മിഷൻ നേടാതിരിക്കുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെ തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അഡ്മിഷൻ നേടാനായിട്ട് പോകുന്ന സമയത്ത് ഈ ഒരു 10,000 രൂപ കുറച്ചുള്ള ബാക്കി പൈസ ഏകദേശം നിങ്ങൾക്ക് 1,13,000-ൽ നിന്ന് അതായത് ഈ ഒരു 10,000 കുറച്ച ശേഷം ഏകദേശം 1,03,000-ഓളം രൂപ നിങ്ങൾ അഡ്മിഷൻ ടൈമിൽ അടയ്ക്കേണ്ടതായിട്ട് വരും. അതിൽ 10,000 രൂപ കോഷൻ ഡെപ്പോസിറ്റാണ്. അത് നിങ്ങൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് തിരികെ നിങ്ങൾക്ക് റീഫണ്ട് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ പിന്നീട് വരുന്ന അടുത്ത അലോട്ട്മെൻറ്റുകൾ മുതൽ, അതായത് അടുത്ത അലോട്ട്മെൻറ്റല്ല, പിന്നീട് വരുന്ന സെക്കൻഡ് ഇയർ മുതൽ നിങ്ങൾക്ക് അതായത് ഈ ഒരു സെക്കൻഡ് ഇയർ മുതൽ നിങ്ങൾക്ക് വരുന്ന ഫീസ് എന്ന് പറയുന്നത് 1,02,000 സംതിങ് രൂപയാണ് ഫീസ് വരിക. ഇതുകൂടാതെ നിങ്ങൾക്ക് എല്ലാ കോളേജിലും, അതായത് ഏത് കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാലും, അതായത് LBS വഴി ആയിരുന്നാലും അല്ലെങ്കിൽ PNCMAC വഴി ആയിരുന്നാലും നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് PTA ഫണ്ട്, അതുപോലെ തന്നെ നിങ്ങളുടെ ഹോസ്റ്റൽ ഫീസ്, അതുപോലെ ബുക്ക്, യൂണിഫോം, ഇതുപോലുള്ള എക്സ്ട്രാ ഫീസ് നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഓഗസ്റ്റ് 2-ാം തീയതിയോ അതിന് മുമ്പായിട്ട്
ഫീ പേയ്മെൻറ്റ് ചെയ്ത് നിങ്ങളുടെ സീറ്റ് കൺഫേം ചെയ്യുക. അതുപോലെ തന്നെ ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഹയർ ഓപ്ഷൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കോളേജിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് കോളേജിൽ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു സെപ്റ്റംബർ 2-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് മുമ്പായിട്ട് വിദ്യാർത്ഥികൾ കോളേജിൽ ജോയിൻ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.